നന്ദു, SIT അന്വേഷണം ആരംഭിച്ചിട്ട് ഇപ്പോഴും കൃത്യമായ ആസൂത്രണം ആര് നടത്തി എന്നുള്ളതിലുള്ള അവ്യക്തത തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ് ഗോവർദ്ധൻ അടക്കമെത്തി ഒടുവിൽ മണിയിലേക്ക് എത്തുമ്പോൾ ഡി മണി എന്നുള്ള പേരിൻ്റെ യാഥാർത്ഥ്യം പോലും മനസ്സിലാകാത്ത വിധം SIT ഉഴലുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇതിൽ രാഷ്ട്രീയ ഉന്നതരില്ലാതെ ഇവരിൽ മാത്രം ഒതുങ്ങുന്ന സാഹചര്യമല്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇവരിൽ കുറച്ചുപേരിൽ മാത്രമായി SIT ഇങ്ങനെ നിൽക്കുന്നത്? അതുമാത്രമല്ല, ഒരു കണ്ണിയിൽ നിന്ന് മറ്റൊരു കണ്ണിയിലേക്ക് പോകുന്ന ആ സമയ പരിധി പോലും നമ്മൾ ശ്രദ്ധിക്കണം. വലിയ മന്ദഗതിയിലാണ്. ഇതിനിടയിൽ തന്നെ പലർക്കും തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാഹചര്യവും പഠിച്ച് ഉത്തരം പറയാനുള്ള സാഹചര്യവുമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇവിടെ SIT ശരിക്കും അവസരവാദത്തിനൊത്ത് ഉയരാതെ കൃത്യമായ ഒരു നിരീക്ഷണം നടത്താതെ വളരെ പെട്ടെന്ന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാതെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള വിമർശനം ഉയരുന്നതിൽ യാഥാർത്ഥ്യമുണ്ട്. ഇതിനകത്ത് ഈ ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള SIT പ്രവർത്തനങ്ങളുടെ ഒരു നാൾ വഴി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ നാൾ വഴി തന്നെ ഒരു നല്ല ട്രാക്ക് റെക്കോർഡല്ല. കാരണം SIT പോലൊരു സംവിധാനം രൂപീകരിക്കപ്പെടുന്നു, പ്രത്യേക ഒരു ടീം, സ്പെഷ്യൽ ടീം എന്നുള്ള നിലയിൽ വരുന്നു. അപ്പോൾ ഏറ്റവും മികവുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഈ സ്പെഷ്യൽ ടീമിലേക്ക് വരുന്നത്. ആക്യുറസിയുടെ കാര്യത്തിൽ, അവരുടെ ചേസിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ അവർ വളരെ മികവുള്ള ആളുകളായിരിക്കണം. അപ്പോൾ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രക്രിയയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള പോലീസിലെ ഏറ്റവും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരായിരിക്കണം ആ ടീമിലേക്ക് വരേണ്ടത്. പക്ഷേ അങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ പോലും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മുരാരി ബാബു മറ്റ് ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലേക്കൊക്കെ കയറി പോറ്റിയിലേക്ക് എത്തുന്നു. പോറ്റിയിലേക്ക് എത്തിയ വേഗം അടുത്ത പത്മകുമാറിലേക്ക് എത്തുമ്പോൾ ആ വേഗം ഉണ്ടായോ? വാസുവിലേക്കും പത്മകുമാറിലേക്കും എത്തുമ്പോൾ ആ വേഗം ആദ്യം ഓടിയ വേഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യം ഓടിയ വേഗം ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അവിടെ നിന്നാണ്, അതിൽ വാസുവിൽ നിന്ന് തുടങ്ങിയാണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ പേഴ്സണലിലേക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ക്ലെയിമുകളിലേക്ക് ഈ SITയുടെ അന്വേഷണം തുടങ്ങുന്നത്. അവിടെ നമ്മൾ തുടങ്ങുമ്പോൾ ഈ പറയുന്ന പത്മകുമാർ പറയുന്നുണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ, അതുപോലെ തന്നെ എനിക്ക് പോറ്റിയെ പരിചയപ്പെടുത്തിയത് അന്നത്തെ മന്ത്രിയായിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണെന്നൊക്കെ പറഞ്ഞതായിട്ടാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡ് മെമ്പർമാർക്കെതിരെ എന്തെങ്കിലും ഒരു അവരുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചൊരു ചോദ്യം ചെയ്യലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അതിൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞതിൽ പ്രധാന ശ്രീ പത്മകുമാർ എന്ന് പറയുന്നത് CPMൻ്റെ ജില്ലാ നേതാവായിരുന്ന, CPMൻ്റെ MLA ഒക്കെ ആയിരുന്നു, മുൻ MLA ഒക്കെ ആയിരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആൾ പറയുകയാണ് കടകംപള്ളി സുരേന്ദ്രനാണ് എനിക്ക് പോറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഈ കടകംപള്ളി സുരേന്ദ്രൻ പോറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞ് കടകംപള്ളി സുരേന്ദ്രനെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നോ? കടകംപള്ളി സുരേന്ദ്രൻ്റെ മൊഴിയെടുത്തോ? കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തോ? കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹം എന്തിനാണ് പോറ്റിയെ റെക്കമെൻഡ് ചെയ്തത്? എന്ത് ബന്ധമാണ് കടകംപള്ളി സുരേന്ദ്രന് പോറ്റിയുമായി ഉള്ളത്? ഒരു ഭക്തൻ മന്ത്രി ബന്ധമാണോ? അതിനപ്പുറത്ത് അതൊരു സ്പോൺസർ മന്ത്രി ബന്ധമാണോ? അതിനുമപ്പുറത്ത് രാഷ്ട്രീയമായിട്ടുള്ള ബന്ധമുണ്ടോ? അതിനുമപ്പുറത്ത് സാമ്പത്തികമായ ബന്ധമുണ്ടോ? അതിനും അപ്പുറത്ത് വ്യാവസായികമായ താല്പര്യങ്ങളുണ്ടോ? ഈ കാര്യങ്ങളൊന്നും തന്നെ ഈ പറയുന്ന SITക്ക് ഇതുവരെ തെളിയിക്കാനോ അല്ലെങ്കിൽ ഈ വിഷയങ്ങളിലേക്ക് SITയുടെ അന്വേഷണം പോയതായോ എനിക്കും താങ്കൾക്കും ഒന്നും അറിവില്ല. ഇനി അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ അടുത്ത് സ്വാഭാവികമായി പോകേണ്ട ആൾ എന്ന് പറയുന്നത് ഈ പറയുന്ന മന്ത്രിയുടെ അടുക്കലേക്കാണ് പോകേണ്ടത്. കാരണം സ്വർണം ചെമ്പാണെന്ന് എഴുതിയ ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ സ്വർണം ചെമ്പാണെന്ന് എഴുതിച്ച ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം ബോർഡ് ഭരണസമിതിയും ഒക്കെ കൽത്തുറങ്കിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൽത്തുറങ്കിലേക്ക് പോകുമ്പോൾ ഇപ്പോഴും പത്മകുമാറിൻ്റെ മകൻ യോഗദണ്ഡ് അതുപോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറ്റകുറ്റപ്പണി ചെയ്തത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല. അതിനപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ പറയുന്ന ഡി മണിയിലേക്ക്, ഇപ്പോൾ ഈ കഥ കൊണ്ടുവന്ന് ഡി മണിയിലേക്ക് നിർത്തുന്നതിൻ്റെ ഉദ്ദേശം, താല്പര്യം എന്താണ്? ഇവിടെ കുറേ അധികം മിസ്സിംഗ് ലിങ്കുകളുണ്ട്. ഈ അന്വേഷണത്തിൻ്റെ മുഴുവൻ സെനാരിയോ ടൈം ലൈൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ഒരുപാട് മിസ്സിംഗ് ലിങ്കുകളുണ്ട്. ആ മിസ്സിംഗ് ലിങ്കുകൾ കൃത്യമായി ഫില്ല് ചെയ്യാൻ SIT പോലൊരു സ്പെഷ്യൽ ടീമിന്, ഞാൻ പറയുന്ന ഒരു കേരള പോലീസിൻ്റെ ഏതെങ്കിലും ഒരു ഘടകം അന്വേഷിക്കുന്നെങ്കിൽ ശരി, അവരുടെ ഒരു എക്സ്പീരിയൻസ് കുറവെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും അവിടെ വിന്യസിക്കുക. അപ്പോൾ അത്തരത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ നോക്കാനും പരിചരിക്കാനും അല്ലെങ്കിൽ ഇതിൻ്റെ വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കഴിവുള്ളൊരു എക്സ്പീരിയൻസ്ഡ് ടീമിനെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കിയിട്ട് പോലും
അവിടെ ഇത്തരത്തിലൊരു അലംഭാവം നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ചില സംശയങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് നോക്കാം. ഇത് കേരളത്തിൻ്റെ സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പുറത്ത് വി.ഡി. സതീശൻ കുറച്ച് ദിവസം മുൻപ് വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് വലിയ ഗൗരവത്തിൽ അദ്ദേഹം പറഞ്ഞു SITയുടെ അന്വേഷണത്തെ DGP അല്ലെങ്കിൽ ഉന്നത തലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വാധീനിക്കുന്നു. ഞാൻ കൂടുതൽ എന്നോട് കളിച്ചാൽ ഞാൻ പേര് പറയും. ഞാൻ മനസ്സിലാക്കുന്നത് CPMൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ് ശ്രീ അനിൽകുമാർ. അദ്ദേഹം ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചു. അതിനുശേഷം ആ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് എന്തെങ്കിലും വന്നോ? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ സബ്ജക്ട് ടു കറക്ഷൻ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം രമേശ് ചെന്നിത്തല ഒരു ആരോപണവുമായി വരുന്നു. ആ ആരോപണവുമായി വന്നതിന് ശേഷം ആ ആരോപണത്തിൽ അന്വേഷണം തുടങ്ങുമെന്നൊരു ഘട്ടത്തിലേക്ക് വരുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ശബരിമലയിൽ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ പറയുന്ന പോറ്റിയും അവിടുത്തെ പത്തനംതിട്ടയുടെ MP-യും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവും ശബരിമലയുടെ ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻറ്റുമായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ പേരും ചേർത്ത് അല്ലെങ്കിൽ ഒരു ഫോട്ടോ പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് അന്വേഷണമല്ല, പിന്നെ നമ്മൾ കാണുന്ന ഒരു ഫോട്ടോ യുദ്ധമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഇതിൻ്റെ പുറകിലൂടെ SITയുടെ അന്വേഷണത്തെ മരവിപ്പിക്കാനോ അല്ലെങ്കിൽ SITയുടെ അന്വേഷണത്തെ ദിശ തെറ്റിച്ചു വിടാനോ അല്ലെങ്കിൽ SITയുടെ അന്വേഷണത്തിൻ്റെ കഴമ്പില്ലാതാക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു കോൺഗ്രസ് CPM ഡീൽ നടക്കുന്നില്ലേ എന്ന ചോദ്യം കേരളത്തിലെ സാമാന്യ ജനത്തിനുണ്ട്. ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് കേരളത്തിലെ CPMഉം കോൺഗ്രസും കേരളീയ പൊതുസമൂഹത്തിന് മുൻപാകെ അവതരിപ്പിക്കേണ്ടത്. അതാണ് ഞങ്ങളുടെ നിലപാട്. അതെ.